ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലവും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച വൻകൃപകളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്നു. എൻ്റെ പേര് സിബിൻ. ഞാൻ താമസിക്കുന്ന സ്ഥലം കടക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഞാനിപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ച് ഏകദേശം 8 വർഷത്തോളം കഴക്കൂട്ടമെന്ന് പറയുന്ന പ്രദേശത്ത് ഹോട്ടലിൻ്റെ മാനേജറായും അതുപോലെ തന്നെ സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ആയും ഒക്കെ ജോലി ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ലഭിച്ചു. പക്ഷേ ഒരിക്കൽ പോലും കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുവാനോ ദൈവത്തിൻ്റെ വചനത്തിൽ വന്ന് താളടിയായിരിക്കുവാനോ ആരാധന കൂടുവാനോ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാനോ ദൈവദാസന്മാർക്ക് കൈത്താങ്ങ് നൽകുവാനോ ഒന്നും എൻ്റെ ജീവിതത്തിൽ അവസരം ലഭിച്ചിട്ടില്ല. ഞാൻ ജനനം മുതൽ തന്നെ അസംബ്ലീസ് കോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ജനിച്ചു വളരുകയും എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ആരാധന പൈനിയർ വർക്ക് വിവിധ ദൈവദാസന്മാർ വന്ന് തുടങ്ങുവാനും അവരുടെ കൂടെയൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടിയും അനേകയിടങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായൊക്കെയും അല്ലെങ്കിൽ അനേകയിടങ്ങളിൽ കുടുംബങ്ങളിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം പറയുവാനൊക്കെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവം അവസരം തന്നു. പക്ഷേ 2015 മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് 2025 കാലഘട്ടത്തിൽ വന്നപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുവാനും ദൈവദാസന്മാർ കൂടി അരുളപ്പാട് അറിയുവാനും കേൾക്കുവാനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ധാരാളമായി സഹായിച്ചു. അത് പ്രകാരം തന്നെ ഞാൻ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്നപ്പോൾ ശുശ്രൂഷകനായി ദൈവം തിരഞ്ഞെടുക്കുവാനും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കുവാനും ദൈവദാസന്മാരിൽ കൂടി അറിയിപ്പുകൾ കേട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്നോട് ആത്മാവ് വചനത്തിൽ കൂടി ഒരു വാക്യത്തിൽ കൂടി എന്നോട് സംസാരിപ്പാനിടയായിത്തീർന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. ഒരു വാതിൽ എന്നെ തുറന്നു കാണിച്ചിട്ട് പറഞ്ഞു, ഈ വാതിൽ ഇടുക്കത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും വാതിലാണ്. നിനക്ക് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. പക്ഷേ അത് ആദ്യം ഇടുക്കവും ഞെരുക്കവുമാണെങ്കിൽ പ്രയാസമേറിയതും പ്രതികൂലമായ സാഹചര്യമാണ് നിൻ്റെ മുമ്പിലുള്ളതെങ്കിലും നീ അതിനകത്ത് കടക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള വാതിലുകളും എനിക്ക് കാണിച്ചു തന്നു. അത് സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ സന്തോഷവും സുഖവും ലൗകികമായ ലോകപരമായിട്ടുള്ള എല്ലാവിധമായ സൗകര്യങ്ങളുമുള്ള ഒരു വാതിലായിരുന്നു. അത് തിരഞ്ഞെടുക്കുവാൻ തയ്യാറാണോ? പക്ഷെ അതിന് അനേക നാൾ നിലനിൽപ്പ് അത് ഈ ലോകത്തില്ല. അത് താൽക്കാലികം മാത്രമാണെന്ന് ദൈവം എനിക്കൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ദർശനമായി കാണിച്ചു തരുവാനായി തീർന്നു. ഞാൻ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി തീർന്നു. കർത്താവേ, എനിക്ക് അങ്ങ് കാണിച്ചു തന്ന ആ വഴിയിൽ കൂടി തന്നെ കടന്നു പോകണം, അങ്ങ് കാണിച്ചു തന്ന മാതൃകകൾ കൂടി തന്നെ കടന്നു പോകുവാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വേണ്ടി വഴികളെ വാതിലുകളെ തുറന്നുകൊണ്ട് ഞാൻ സെപ്റ്റംബർ മാസം 15-ാം തീയതി മുതൽ ബദനി എന്ന് പറയുന്ന AGയുടെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനും പഠനത്തോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുവാനും ദൈവം സഹായിച്ച വൻകൃപകളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവെ, ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ചു കഴിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമേ, അതിൻ്റെ പ്രാരംഭത്തിൽ മുതൽ തന്നെ അനേക ഇടങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും എൻ്റെ മേൽ ദൈവം ഒരു താലന്ത് നൽകി തരണമെന്ന് ദൈവത്തോട് ഞാൻ പറയുവാനായിത്തീർന്നു. അങ്ങനെ തന്നെ ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ അനേക സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുവാനും അനേക കൺവെൻഷൻ വേദികളിൽ പോയി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനും ദൈവം ഒത്തിരി ഇടങ്ങളിൽ ദൈവം എന്നെ അയക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി തന്നതിനാൽ ഞാൻ ഇന്ന് രാത്രികാലവും ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കാരണം ഞാനിത് പറയുന്നത് ദൈവമിശ്രം എൻ്റെ പുകഴ്ചയ്ക്കോ എൻ്റെ പ്രശംസയ്ക്കോ ഒന്നുമല്ല, പക്ഷെ ആഗ്രഹിക്കുന്ന ഉള്ളത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രികാലവും നമ്മുടെ കൂടെയുള്ളതിനാൽ നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്നു. ആരൊക്കെ നമ്മെ മാറ്റി നോക്കുവാൻ നോക്കിയാലും, ആരൊക്കെ നമ്മെ അകറ്റി നിർത്തുവാൻ നോക്കിയാലും, ആരൊക്കെ നമ്മെ വേർതിരിച്ച് കാണുവാൻ നോക്കിയാലും അവിടെയൊക്കെയും ഇറങ്ങി വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നമ്മുടെ മേൽ കൂടെയുള്ളപ്പോൾ നമുക്ക് ഒരു ശക്തികളും നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. മോശ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം പറയുന്നത് പോലെ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഈ ജനത്തെ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ കൂടെയുള്ളപ്പോൾ യാതൊരു പ്രതികൂല ശക്തികളും നമ്മെ അടർത്തിക്കൊണ്ട് പോകുവാനോ നമ്മെ വേർപെടുത്തി കൊണ്ടുപോകാനോ ലക്ഷ്യം തെറ്റി ഓടുവാനോ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടത്തില്ല. ദൈവം കർത്താവ് നമുക്ക്
അനുകൂലമായി തീരുമ്പോൾ പ്രതികൂലമായ ഒരു ശക്തികളും നമ്മെ നോക്കുവാനോ അല്ലെങ്കിൽ നമ്മെ ഭ്രമിപ്പിക്കുവാനോ കഴിയാതെ വണ്ണം ജീവിതത്തിന് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് കൂടി ഒരു ലക്ഷ്യമായ ട്രാക്കിൽ കൂടി ഓടി അക്കരെ കനാനിലെത്തുവാൻ വേണ്ടി ദൈവം നമ്മെ സഹായിപ്പാൻ ഇടയായി തീരും. ഇന്ന് രാത്രികാലവും ഈ ഒരു ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവേദ ഭാഗം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം ഞാൻ പെട്ടെന്ന് വായിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങൾ, എബ്രായർ ഉൾപ്പെടെ 14 ലേഖനങ്ങൾ താന് എഴുതുവാനിടയായി തീർന്നു. അതിൽ ഈ ഫിലിപ്പിയർ എന്ന് പറയുന്ന ലേഖനം ഉൾപ്പെടെ 4 കാരാഗ്രഹ ലേഖനങ്ങൾ താൻ എഴുതുവാനിടയായി തീർന്നു. അതിലൊരു കാരാഗ്രഹ ലേഖനമാണ് ഫിലിപ്പിയർ എന്ന് പറയുന്നത്. താൻ 3 പ്രാവശ്യം കാരാഗ്രഹത്തിൽ കിടക്കുവാനിടയായി തീർന്നു. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 16:23, അപ്പോസ്തല പ്രവൃത്തി 23:31, 28, 29, 30 വാക്യങ്ങളിലും 3 പ്രാവശ്യമായി 3 കാരാഗ്രഹ ലേഖനങ്ങളിൽ താൻ കിടക്കുവാനിടയായി തീർന്നു. ഇത് ഈ ഫിലിപ്പിയർ എഴുതിയ ലേഖനം എന്ന് പറയുന്നത് താൻ റോമിലെ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയതാണെന്ന് നമുക്ക് പ്രതിപാദിക്കാം. അല്ലെങ്കിൽ കമൻട്രികൾ എടുത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തു നിമിത്തം എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും. ആ അകമ്പടി പട്ടാളം എന്ന് പറയുന്നത് താൻ അപ്പോൾ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്നു. തൻ്റെ മുമ്പിൽ പട്ടാളത്തിൻ്റെ ഒരു സൈന്യം തൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ താൻ ബന്ധനത്തിലായിരിക്കുന്നുവെന്ന് ഇതിന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സഭയുടെ തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഫിലിപ്പിയ സഭ തുടങ്ങുവാൻ കാരണം അപ്പോസ്തലനായ പൗലോസ് മഖദോനിയ എന്ന് പറയുന്ന റോമൻ പ്രവിശ്യയിൽ എത്തുവാൻ കാരണം. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെ നമ്മൾ പഠിക്കുമ്പോൾ താൻ ഒരു ദർശനം കണ്ടുകൊണ്ട് താൻ മഖദോനിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം തന്നെ സഹായിച്ചു. താൻ വേറൊരു സ്ഥലത്തേക്ക് പോകുവാനാണ് താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ദൈവം അവിടെ ഒരു യേശുവിൻ്റെ ആത്മാവ് തനിക്കൊരു ദർശനം നൽകി. ആ ദർശനത്തിൽ കണ്ട ഒരു വ്യക്തി, മഖദോനിയ എന്ന് പറയുന്ന ഒരു പുരുഷൻ തൻ്റെ ദർശനത്തിൽ കാണുവാനായി തീർന്നു. ആ പുരുഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ലൂക്കോസ് ആയിരിക്കാം. ചില കമൻട്രികൾ വേദ പണ്ഡിതർ അത് പറയുമ്പോൾ ചിലപ്പോൾ ലൂക്കോസ് ആയിരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ താൻ ദൈവത്തിൻ്റെ ആ അരുളപ്പാട് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ റൂട്ട് മാറിപ്പോകാതെ വണ്ണം വിശ്വാസത്തോടെ താൻ മഖദോനിയ എന്ന് പറയുന്ന റോമൻ പ്രവിശ്യയിലേക്ക് കടന്നു വന്ന് തൻ്റെ ഫിലിപ്പിയ സഭ തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ താൻ ആരംഭിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ മുൻപുള്ള പേര് എന്ന് പറയുന്നത് ക്രിനിറ്റസ് എന്ന് പറയുന്ന ഒരു പേരാണ് ഈ ഫിലിപ്പിയയ്ക്ക് മുൻപ് ഉണ്ടായിരുന്നത്. ഫിലിപ്പിയ എന്ന് പറയുന്ന പേര് വരുവാൻ കാരണം തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് 2-ാമന് ആ പട്ടണം പിടിച്ചെടുത്ത് അല്ലെങ്കിൽ പണിത് തൻ്റെ സ്വന്തം പേര് നൽകിയാണ് ഫിലിപ്പിയ പട്ടണമെന്ന് അവിടെ അറിയുവാൻ ഇടയായിത്തീരുന്നത്. ഫിലിപ്പിയിൽ താൻ കടന്നു പോകുമ്പോൾ തന്നോടൊപ്പം ശീലാസും തന്നോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. നാം 16-ാം അധ്യായം താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ കടന്നു ചെന്നതിന് ശേഷം ദൈവം അവിടെ അനേക അത്ഭുത പ്രവൃത്തികളെ അവിടെ ചെയ്യുവാനിടയായിത്തീർന്നു. ഒന്നാമതായി ലുദിയുടെ ഹൃദയം അവിടെ തുറക്കുവാനിടയായിത്തീർന്നു. തൻ്റെ ഹൃദയം തുറന്നപ്പോൾ തൻ്റെ കുടുംബവും അവിടെ സ്നാനമേറ്റ് അവിടെ ദൈവത്തിൻ്റെ സഭയിൽ ആദ്യമായി കുടുംബം വന്ന ലുദിയയുടെ കുടുംബമായി മാറുവാനിടയായിത്തീർന്നു. അവിടെ കുടുംബം വന്നതിന് ശേഷം അവിടെ പ്രതികൂലങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി. തന്നെ ചില ബന്ധനങ്ങളിൽ തന്നെ അടച്ചിടുവാനിടയായിത്തീർന്നു. കാരാഗ്രഹ പ്രമാണി തൻ്റെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അവിടെ കിടന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ, വീര്യപ്രവർത്തികൾ ആദ്യമേ പട്ടണം മൊത്തം അറിയുവാനിടയായിത്തീർന്നു. ആരാണ് ദൈവമെന്നും എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെന്ന് ആ പട്ടണം മൊത്തം അറിഞ്ഞ് അവിടെ ഒരു സഭ രൂപപ്പെടുവാനിടയായിത്തീർന്നു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം താൻ എഴുതുവാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭകൾക്കും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അവർ വന്നതിന് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായി ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് താൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുക. താൻ ബന്ധനത്തിലാണ് കിടക്കുന്നതെങ്കിലും അത് മാനുഷികമായ ബന്ധനമാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുകയെ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കഷ്ടതയിലല്ല, ഞാൻ സന്തോഷത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. നാം ഓരോരുത്തരും ബന്ധനങ്ങളിലും കഷ്ടതയിലും നടുവിലും നാം ദൈവത്തോട് പറയേണ്ട
ഒരു കാര്യം, എൻ്റെ അപ്പൻ്റെ മുഖത്തെ നോക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെങ്കിലും എനിക്ക് ഈ നാളുകളിലും ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉളവാകുന്നത് ആ കർത്താവിൻ്റെ മുഖത്ത് നോക്കിയത് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തൻ്റെ വചനം വചനത്തിൽ കൂടി താൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ മാതൃക അല്ലെങ്കിൽ അവൻ്റെ മനോഭാവം തിരഞ്ഞെടുക്കുക എന്നാണ് താൻ ഇവിടെ ലേഖനം കൊണ്ട് വരച്ചു കാട്ടുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിലുള്ള മനോഭാവം എന്നാണ് അവിടെ ആദ്യമായി കാണുവാൻ സാധിക്കുന്നത്. അതിനെ നമുക്ക് തലക്കെട്ടായി നൽകിക്കൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള വ്യക്തികളായി മാറുക എന്നാണ് ഞാനിവിടെ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ അനേകം മനോഭാവങ്ങളെ നമുക്ക് കാണുവാനിടയായി തീരും, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഭാവങ്ങളെ കാണുവാനിടയായി തീരും. നല്ല മനോഭാവമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് സ്നേഹം, നന്ദി അല്ലെങ്കിൽ വിനയം, ക്ഷമ, മറ്റുള്ളവരെ കരുതുക, സ്നേഹിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ മോശമായ മനോഭാവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാമതായി കോപം, അസൂയ, അഹങ്കാരം, നിരാശ എന്നിവ ഉളവാകുന്നു എന്ന് മനോഭാവത്തിൽ കൂടി മനസ്സിലാകും. പക്ഷേ പൗലോസ് പറയുന്നത് നിങ്ങൾ നല്ല മനോഭാവമായി ഉള്ളവരായി ക്രിസ്തുവിനെ അനുകരിക്കുക എന്നാണ് താൻ ഇവിടെ അധ്യായം കൊണ്ട് സൂചിപ്പിക്കാനിടയായിരുന്നത്. അതിൻ്റെ പ്രധാനമായ ഒന്നാണ് താൻ്റെ 6-7 വാക്യത്തിൽ താൻ പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ മനോഭാവം എന്ന് പറയുന്നത് താൻ ദാസ്യ മനോഭാവമായി ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. എൻ്റെ കർത്താവ് കടന്നു വന്നത് സ്വന്തമായി അല്ലെങ്കിൽ ദൂതന്മാരുടെ ആരാധന മൂർത്തിയായി, അല്ലെങ്കിൽ അവിടെ രാപ്പകലിൽ ആരാധിക്കുന്ന ആരാധന പാത്രമായി താൻ ഇവിടെ ഇരുന്നപ്പോഴും സ്വർഗത്തിലെ എല്ലാ മഹിമകളും വെടിഞ്ഞ് താൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഏറ്റവും അടിമത്വത്തിൽ കിടക്കുന്ന ഒരു ദാസനായി അല്ലെങ്കിൽ അടിമയായി താൻ അവിടെ മാറുവാനിടയായിത്തീർന്നു. എന്താണ് ദാസ്യത്തിന്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീബ്രു ഭാഷയിൽ ഏവേദ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദാസൻ എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ ഡുലോസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദാസൻ അല്ലെങ്കിൽ അടിമ എന്നാണ്. മലയാളത്തിൽ അതിനെ ദാസനായി ചിത്രീകരിക്കുമ്പോൾ അതിന്റെ പ്രധാന അർത്ഥം വരുന്നത് സേവകൻ അല്ലെങ്കിൽ സർവന്റ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും താഴ്ന്ന നിലയിൽ ആണ് താൻ അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല, താൻ ഒരു ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു മനോഭാവമായാണ് താൻ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. തനിക്ക് വേണമെങ്കിൽ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനുള്ള ഓതറൈസിംഗ് തനിക്കുണ്ട്, അല്ലെങ്കിൽ താൻ സ്വർഗത്തിൽ അത്രയും മഹിമ വെടിഞ്ഞ് അല്ലെങ്കിൽ സ്വർഗ രാജ്യത്തിന്റെ കിരീടം വിട്ടുകൊണ്ട് താൻ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനല്ല, താൻ അവിടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു സ്വഭാവമായിട്ടാണ് ദാസരൂപത്തിൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ മോശെ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ മോശയെ ദാസനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 18:1 പറയുന്നത് ദാവീദിനെ കുറിച്ച് പറയുന്നത് അവിടെ ദാസനായാണ് താൻ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ നാം പഠിക്കുമ്പോൾ പ്രവാചകന്മാരിൽ കൂടി തൻ്റെ മശിഹയുടെ വരവിന് മുന്നോടിയായി പ്രവാചകർക്കായി അറിയിച്ചിരിക്കുന്നത് ഒരു മശിഹ അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് താങ്ങുന്ന എൻ്റെ ദാസൻ എന്നാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അവിടെ പ്രവാചകന്മാരിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വരും. അവൻ ഇവിടെ മീഖ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ബെത്ലഹേമിനായ എഫ്രാത്തെ നിന്നിൽ ജനിക്കുന്നവൻ വലിയവൻ എന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ അവൻ വലിയവനാണെങ്കിലും അവൻ ദാസരൂപത്തിലേക്ക് ഒരു സേവക പട്ടമെടുത്ത് ഏവേദ് എന്ന വാക്കം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് അവൻ ദാസനായി ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. പക്ഷെ പുതിയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ അവൻ കടന്നു വന്നത് ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല, ശുശ്രൂഷ ചെയ്യുവാൻ വന്നവനാണ്. മാർക്കോസിന്റെ സുവിശേഷം പറയുന്നത് തന്നെ ദാസനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാർക്കോസ് അവിടെ നാം വായിക്കുമ്പോൾ 10-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്
പറഞ്ഞിരിക്കുന്നത് താൻ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ പ്രധാന ശുശ്രൂഷയിൽ ആദ്യമായ പങ്കാളിത്തം വഹിച്ചത് തന്നെ താൻ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവമേ താൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനിടയായിത്തീർന്നു. ഈ ലോകത്തിൻ്റെ മനുഷ്യ മണ്ഡലങ്ങൾ ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ കർത്താവ് ദൈവത്തിൻ്റെ ആ ഒരു മഹിമ വെടിഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് താൻ ദാസനായി കടന്നു വന്ന് ദാസനായി അവതരിച്ച് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ചെയ്ത ആദ്യത്തെ പ്രവൃത്തിയാണ് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനിടയായി തീർന്നു. ഇതിൽ നിന്ന് പഠിക്കുവാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ അനുരൂപം നാം ആകണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വിളിക്കുന്നത് ക്രിസ്ത്യാനി എന്നാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് മേൽ കാണുവാൻ കഴിയത്തില്ല. നമ്മിൽ നിന്ന് പലവിധമായ ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ നമ്മിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആദ്യത്തെ ഭാവം എന്ന് പറയുന്നത് അവൻ ദാസനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് താൻ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ അവിടെ പഠിക്കുന്നത് അനുസരണ മനോഭാവമായി. അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നത്, എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത്, 8-ാമത്തെ വാക്യം, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ദൈവം അവിടെ പറയുന്നത്, യേശു ദാസനായി കടന്നു വന്നതിന് ശേഷം താൻ തൻ്റെ പിതാവാം ദൈവത്തോടുള്ള അനുസരണ പാത്രമായി താൻ അവിടെ ഇരിക്കുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നിട്ടും മനുഷ്യ സാദൃശ്യത്തിലായി രാജസിംഹാസനം വിട്ട് താൻ ക്രൂശ് സ്വീകരിക്കുവാനായി തീർന്നു. ക്രൂശിൽ കിടന്നപ്പോഴും അനുസരണമുള്ളവനായി തീർന്നു. ലൂക്കോസ് 22:42 പറയുന്നു, എൻ്റെ ഇഷ്ടമല്ല അങ്ങ് പിതാവിൻ്റെ ഇഷ്ടം പോലെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ മിശ്രം എൻ്റെ ഇഷ്ടം പോലെയല്ല, താൻ അവിടെ ഒരു അനുസരണ പാത്രമായി താൻ അവിടെ ജീവിക്കുവാനായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലേക്ക് വന്ന് നമ്മുടെ മനുഷ്യ സാദൃശ്യത്തിലായി പാപമൊഴികെ മറ്റെല്ലാം നമ്മെ പോലെ ആയിത്തീർന്നപ്പോഴും അവസാനത്തുള്ള രക്തം വരെ നമുക്ക് ചൊരിഞ്ഞു തന്ന ഒരു നല്ല കർത്താവ് തൻ്റെ 2-ാമത്തെ മനോഭാവം പറയുന്നു, അവൻ അനുസരണമുള്ള മനോഭാവമായി തീർന്നു. നമ്മിലും അത് വ്യാപരിക്കേണ്ടത് അത്യാവശ്യമാണ്, നമ്മിലും അത് കാണേണ്ടത് അത്യാവശ്യമാണ്. നാം ദൈവമേ അനുസരണമുള്ളവനായി, താഴ്മയുള്ളവനായി, വിനയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം അനുസരണത്തോടെ ഇരിക്കുവാൻ കഴിയുമോ അത്രത്തോളം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം തക്ക സമയത്ത് വഴികളെ തുറന്ന്, വാതിലുകളെ തുറന്ന്, ദൈവം പോരാതെ വണ്ണം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് കോർത്തിണക്കി പഠിക്കുമ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് CS മാത്യു എന്ന് പറയുന്നത്. താനൊരു ദൈവദാസനായിരുന്നു. തൻ്റെ അനുഭവം ഞങ്ങൾ പഠിക്കുമ്പോൾ തനിക്ക് 11 മക്കൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിൽ 8 മക്കളും വെള്ളമൊഴുകി പോകുന്നത് പോലെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ നമ്മൾ പഠിക്കുന്നൊരു കാര്യമുണ്ട്. തൻ്റെ മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ നോക്കി കുറ്റം പറഞ്ഞപ്പോൾ, തന്നെ നോക്കി പ്രധാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നീ ഒരു ദൈവ പൈതലായത് കൊണ്ടല്ലേ നിൻ്റെ മക്കളിങ്ങനെ നിനക്ക് മിശ്രം സമ്പാദ്യമായി കിട്ടാതെ വണ്ണം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് പോയിരിക്കുന്നെന്ന് പറഞ്ഞ് തന്നെ കളിയാക്കിയപ്പോഴും, തന്നെ കുറ്റം പറഞ്ഞപ്പോഴും താൻ മിണ്ടാതിരുന്ന് അനുസരണമുള്ളവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തൻ്റെ ജീവിതത്തെ താൻ വേർതിരിച്ചപ്പോൾ, ദൈവം, ഞാൻ പറയട്ടെ, തൻ്റെ 3 മക്കളും ബാക്കിയുള്ള 3 മക്കളും തന്നോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് ആ കർത്താവിനെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അനുസരണ മനോഭാവം തൻ്റെ ജീവിതത്തിൽ കൊടുക്കുവാനായി തീർന്നു. പിന്നത്തേതിൽ താൻ ഒരുപാട് പാട്ടുകൾ എഴുതി. അതിൽ തന്നെ എഴുതിയ പാട്ടാണ് സുന്ദരനാ എൻ പ്രിയനെ പോൽ സുന്ദരനായി ഈ ലോകത്തിൽ വേറെ ആരെയും ഞാൻ കാണുന്നില്ല. അതിൻ്റെ ബാലൻസ് പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, സുന്ദരനാ മനോഹര, നിന്നെ പിരിഞ്ഞ് ഈ ലോക യാത്ര പ്രാകൃതനാം ചാരന്മാരെ വാരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യത്തെ വെടികയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ലോകത്തിന് മണ്ണിലും വിലയില്ലാത്തൊരു മണ്ണാണ്. ദൈവം മനുഷ്യരെ നിർമ്മിച്ച മണ്ണാണ്. ആ മനുഷ്യൻ മണ്ണിലേക്ക് ലയിച്ചു പോകുമ്പോഴോ അത് വിലയില്ലാത്തൊരു മണ്ണായി കാണുമ്പോൾ, വിലയുള്ള ദൈവം ഒരു മാണിക്യം നമ്മുടെ മുൻപിലുള്ളത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മണ്ണിലേക്ക് ഞാൻ ആശ്രയം വയ്ക്കാതെ എൻ്റെ മാണിക്യമാകുന്ന ദൈവത്തെ വിട്ട് ഞാൻ മാറിപ്പോകാതെ വണ്ണം വിശ്വാസത്തോടെ നിലനിൽക്കുന്ന ഒരു അനുസരണമുള്ള മനോഭാവം എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട്, എനിക്ക് തന്നതിനെ ദൈവം എടുത്തെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് തന്നതിനെ ദൈവം എടുത്തെങ്കിൽ, എനിക്ക് കിട്ടിയ ലാഭത്തെ അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടമായെങ്കിൽ, എൻ്റെ ദൈവം നഷ്ടമായതിനെ ചിലപ്പോൾ അധികമായി മാനിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രികാലവും ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ വചനം, ആ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ വചനത്തിൽ അനുസരണമുള്ളവനായി തീർന്നുകൊണ്ട്, ആ ദൈവത്തിൻ്റെ സന്നിധി താഴ്മയോടെ ഇരുന്നു കൊണ്ട്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാസത്തിൽ
ദാസത്വത്തിന്റെ മനോഭാവം കാണിച്ചുകൊണ്ട് നിൽക്കുമെങ്കിൽ ദൈവം പറയുന്ന അടുത്ത മിശ്രം താലന്ത് എന്ന് പറയുന്നത് അടുത്ത അതിന്റെ പറയുന്ന ദൈവത്തിന്റെ മനോഭാവം എന്ന് പറയുന്നത് അത് താഴ്മയുടെ ഒരു മനോഭാവമായി മാറുവാനിടയെ തീരും. നമ്മുടെ ദാസത്വത്തിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അനുസരണത്തിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇത് രണ്ടും ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമേ നമുക്കൊരു താഴ്മയുടെ മനോഭാവം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുവാനിടയായി തീരും. നാം നിഗളിച്ചു പോകാതെ, അല്ലെങ്കിൽ നാം ഉയർന്നു പോകാതെ, നാം മറ്റുള്ളവരെ കാണുമ്പോൾ അഹങ്കരിച്ചു പോകാതെ വണ്ണം ഒരു ദൈവത്തിൻ്റെ ആ താഴ്മയുടെ മനോഭാവം ദൈവമേ അവിടെ കാണുവാൻ സാധിക്കും. 9-ാമത്തെ വാക്യം വായിക്കുന്നത്, അതുകൊണ്ട് ദൈവവും അല്ലെങ്കിൽ 8-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ പാർട്ട് വായിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ദൈവമേ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തുവാനിടയായി തീർന്നു. ഈ ലോകത്തിലെ ആരും ചെയ്യാത്തൊരു കാര്യം ദൈവമിശ്ര മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്റെ ദേഹം ആകെ മുറിവുക ചാലുകൾ പോലെ ദൈവം കീറി മുറിച്ച് അവസാനത്തുള്ള ഈ ചോരയും നമുക്ക് വേണ്ടി തന്ന് തന്റെ താഴ്മ അവിടെ കാണിക്കുവാനായി തീർന്നു. അതിന്റെ താഴ്മ എന്ന് പറയുന്ന ഒരു യവനായ പദം അത് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അത് ശൂന്യമാക്കി അല്ലെങ്കിൽ തന്നെ ഒന്നുമല്ലാതെ ആക്കി അവിടെ ആയിത്തീരുവാനിടയായി തീർന്നു. അതിന്റെ യോഹന്നാൻ 17:5 പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ 2 കൊരിന്ത്യർ 8:9 നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് പഠിക്കുവാനിടയായി തീരും. പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരെ നിർമ്മിച്ചവൻ മനുഷ്യരാൽ തള്ളപ്പെട്ടു പോകുവാനിടയായി തീർന്നു. നമ്മയൊക്കെ നിർമ്മിച്ച കർത്താവ്, അല്ലെങ്കിൽ നമ്മയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് വേർതിരിച്ചുണ്ടാക്കിയ ഒരു ദൈവം, അവൻ മനുഷ്യരാൽ തന്നെ തള്ളപ്പെട്ടു പോകുവാനിടയായി തീർന്നു. അവന്റെ ശിഷ്യന്മാർ തന്നെ അവനെ അറിയത്തില്ലെന്ന് ഇവനെ ഒറ്റുകൊടുക്കുവാൻ വരെ ശിഷ്യന്മാർ മുതിർന്നപ്പോൾ, അവൻ നമ്മെ നിർമ്മിച്ച കർത്താവ് മനുഷ്യരാൽ തള്ളപ്പെട്ട് വേദനജനകമായി താൻ ഇരുന്നപ്പോഴും തന്നെ താഴ്ത്തി പല കോടതികളും തന്നെ മാറി മാറി വിധിച്ചപ്പോഴും, തന്നിന്മേൽ കുറ്റമില്ലെന്ന് പറഞ്ഞ് ആരോപിച്ചപ്പോഴും താൻ അവിടെ മിണ്ടാതിരുന്ന് പിതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുക്കണമെന്ന് തന്റെ പിതാവിനോട് അപേക്ഷിക്കുവാനായി തീർന്നു. അത്രത്തോളം തന്നെ അനുസരണമുള്ളവനായി, അത്രത്തോളം തന്നെ താഴ്മയുള്ളവനായി, തന്നെ താഴ്ത്തിക്കൊണ്ട് താൻ അവിടെ കിടന്നപ്പോഴോ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു നാളിൽ ഞാൻ ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നവനായി തീർന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്നവരെ ഞാൻ പിടിച്ചുകൊണ്ടുവന്ന് മർദ്ദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ നിലത്തു വീണ് താഴ്ന്ന അവസ്ഥയിൽ കിടന്നപ്പോൾ ഞാൻ അവിടെ എഴുന്നേറ്റത് ഒരു ക്രൂശിന്റെ പടയാളിയായാണ് ഞാൻ അവിടെ എഴുന്നേൽക്കുവാനായി തീർന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനുസരണമുള്ളവനായി തീരുവാന്, നാം ജീവിതത്തിൽ ദൈവത്തെ താഴ്മയോടെ ആ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവം അതുകൊണ്ട് തീർക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ഒതുങ്ങുവാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു താഴ്മയിൽ നിന്ന് ഒരു ഉയർച്ചയിലേക്ക് ദൈവം നമ്മെ മാറ്റിമറിക്കുവാൻ പോകുകയാണ്. എന്താണ് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഉയർച്ചയുടെ അളവ് വലുതായി തീരുവാനായി തീർന്നു. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. താൻ തന്റെ ജീവിതത്തിൽ ദാസത്വം തിരഞ്ഞെടുത്ത് ഒരു അനുസരണമുള്ളവനായി താൻ ഭൂമിയിലേക്ക് മാറി വന്നപ്പോഴോ, തന്റെ ജീവിതത്തിൽ താഴ്മയിൽ താൻ മാതൃക കാണിച്ചു നമ്മെ തന്നെ പഠിപ്പിക്കുവാനായി തീർന്നപ്പോഴും ആ താഴ്മ കൊണ്ട് താൻ ഒതുങ്ങുവാൻ ഇടവന്നില്ല. പിതാവാം ദൈവം തന്നെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി ദൈവം അവനെ അനുഗ്രഹിക്കുവാനായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നാം തന്നെ താഴ്ത്തുവാൻ തയ്യാറാണോ? നാം തന്നെ അനുസരണമുള്ളവനായി തീരുവാൻ തയ്യാറാണോ? നാം തന്നെ ഒരു ദാസത്തിന്റെ രൂപത്തിലേക്ക് മാറുവാൻ തയ്യാറാണോ? നാം ഈ ലോകക്കാരെ നോക്കുമ്പോൾ ചിലപ്പോൾ ആ ലോകക്കാർ അഹങ്കാരത്തിന്റെ വക്കിൽ ജീവിച്ചേക്കാം. പക്ഷെ അഹങ്കരിക്കുന്ന മണ്ഡലങ്ങൾ മേൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിന്റെ താഴ്മ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഒരു നാൾ ലജ്ജിച്ചു പോകാതെ വണ്ണോ, ഒരു നാൾ ഭ്രമിച്ചു പോകാതെ വണ്ണോ വചനം പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരോ. ഒരു നാളും തളർന്നു പോകത്തില്ല, ഒരു നാളും വാടിപ്പോകത്തില്ല. പിതാവാം ദൈവം, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് എല്ലാ നാമത്തിനും മേലായ നാമം നൽകി ദൈവം നമ്മെ ഉയർത്തുവാൻ ശക്തനാണ്. നമ്മുടെ കുടുംബ മേഖലകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേഖലകളിൽ, നമ്മുടെ മറ്റുള്ള മേഖലകളിൽ നാം എത്രത്തോളം താഴ്മയോടെ ഇരിക്കുവാൻ തയ്യാറാണോ? നമ്മുടെ രോഗത്തിന്റെ മേലും നമുക്ക് വരുന്ന പ്രതികൂലത്തിന്റെ മേലും നമുക്ക് വരുന്ന പൈശാചികമായ ശത്രുവിന്റെ പോരാട്ടത്തിന് മേലോ നമ്മൾ താഴ്മയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവം തക്ക സമയത്ത് തക്ക ദർശനത്തിൽ കൂടി തക്ക വഴികളെ തുറന്നു തന്ന് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ.
ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആ ദൈവത്തിൻ്റെ മനോഭാവം തിരഞ്ഞെടുക്കുവാൻ തയ്യാറാണോ? ആ ദൈവത്തിൻ്റെ മനോഭാവം തിരഞ്ഞെടുക്കുവാൻ തയ്യാറാണോ? കാരണം എന്ന് പറഞ്ഞാൽ അവനെ ഉയർത്തിയത് മനുഷ്യരല്ല, ഒരു മാനുഷിക ശക്തികളുമല്ല തന്നെ ഉയർത്തിയത് ഒരു പിതാവാം ദൈവമാണ്. തൻ്റെ പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തെ സ്നേഹിച്ച തൻ്റെ പിതാവ് തൻ്റെ താഴ്ചയിലും തന്നെ കൈവിടാതെ വേണം തന്നെ ഉയരത്തോളം എത്തിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി തൻ്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നത് ഒരു പക്ഷെ മനുഷ്യരെ തള്ളപ്പെട്ടത് കൊണ്ടോ മനുഷ്യർ തള്ളിക്കളഞ്ഞത് കൊണ്ടോ അവന്റെ ദൗത്യം തീരത്തില്ല. അവനെ ക്രൂശിൽ കിടന്നപ്പോഴും ഇരു കള്ളന്മാരുടെ നടുവിൽ കിടന്നപ്പോഴും അവർ പറഞ്ഞത് ഇവിടെ കൊണ്ടും തീർന്നെന്നാണ്. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. തന്റെ അവസാനത്തുള്ള ചോരയും നമുക്ക് വേണ്ടി തന്ന് അവിടെ മരിച്ചു വീണ് അവിടെ കിടന്ന് കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തപ്പോഴോ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ ദൈവമാണെങ്കിൽ ഇവൻ തന്നെ ഇവിടുന്ന് രക്ഷിക്കുക എന്ന് തന്നോട് പലവട്ടം പറഞ്ഞപ്പോഴും അവിടെ കിടന്നുകൊണ്ട് മിണ്ടാതിരുന്ന അനുസരണത്തോടെ അല്ലെങ്കിൽ താഴ്മയോടെ താൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നോക്കുന്നവരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവേ. അതുകൊണ്ട് തനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്നും ഇങ്ങനെ കിടക്കുവാനല്ല, എനിക്കും ഒരു ഉയർച്ചയുണ്ടെന്ന് തനിക്കൊരു ബോധ്യമുണ്ട്. കാരണം താൻ അയച്ചതിന് ഒരു ദൗത്യമാണ്. ഈ ലോകത്തിന്റെ പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിൽ രക്ഷ എന്തെന്നറിയാതെ ശിക്ഷയിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ രക്ഷ ശിക്ഷയിലേക്ക് നയിക്കുന്നുവെന്ന് അറിയാതെ വണ്ണോ രക്ഷയിലേക്ക് കടന്നു വരുവാതെ വണ്ണോ ഈ ലോകത്തിന്റെ ശിക്ഷയിലായിരിക്കുന്ന അനേകരുണ്ട്. ശിക്ഷയിൽ നിന്ന് വിടുതലാണ് രക്ഷ എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളിൽ ദൈവത്തെ അറിയുവാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധി അറിയുവാൻ വേണ്ടി ഈ നാളിൽ വേർതിരിക്കപ്പെട്ട ഒരു ദൈവജനമായി മാറുവാൻ വേണ്ടി ഈ ദൈവം ഈ വചനങ്ങളിൽ കൂടി ഇടയാകണമെന്ന് ഞാൻ ഇതിനാൽ ഓർമ്മിപ്പിക്കുന്നു. ഈ കർത്താവിനെ അറിയാതെ പോയി കഴിഞ്ഞാൽ, ഈ കർത്താവിനെ നല്ലവണ്ണം രുചിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്കൊന്നും നേടുവാൻ കഴിയത്തില്ല. നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് കീശയിൽ ഇടുന്ന അത് കാശ് പോലെ നമുക്കത് അനുകൂലമായി തീരാതെ വണ്ണോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി തീരാതെ വണ്ണോ, മദ്യത്തിനും മയക്കുമരുന്നിനോ മറ്റുള്ളവയ്ക്കും അടിമപ്പെട്ട് നാം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുമ്പോഴോ കർത്താവിന്റെ മനോഭാവം നമ്മിലുണ്ടോ? കർത്താവിന്റെ മനോഭാവത്തിൽ ജീവിക്കുവാൻ തയ്യാറാണോ? കർത്താവിന്റെ മനോഭാവം തിരഞ്ഞെടുക്കുവാൻ തയ്യാറാണോ? കർത്താവിൽ ആശ്രയിക്കുവാൻ തയ്യാറാണോ? അവന്റെ ക്രൂശ് നോക്കി യാത്ര ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ അവൻ നമുക്ക് വേണ്ടി സമാധാനം അയച്ച്, അവൻ നമുക്ക് വേണ്ടി സ്വസ്ഥത അയച്ച് നമ്മുടെ ജീവിതത്തിൽ ദിവസം പ്രതി അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായി തീരും. ഒരു നാളിൽ സ്വസ്ഥത എന്തെന്നറിയാതെ, സമാധാനം എന്തെന്നറിയാതെ ലോകത്തിന്റെ മോഹങ്ങളിൽ കടന്നു പോയപ്പോഴും ഒരു ദൈവ പൈതലായി വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ച് ആ വേള മുതൽ ഇന്ന് വരെയും ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത്, ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്ന കരുതലുകളെ ഓർത്ത്, ചിലപ്പോൾ സാമ്പത്തികത്തിൽ കുറഞ്ഞു പോയേക്കാം, ചിലപ്പോൾ മറ്റുള്ള ആവശ്യങ്ങൾ തക്ക സമയത്ത് നടന്നില്ലായിരിക്കാം, പക്ഷേ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, എന്നെ താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിച്ചൊരു നല്ല കർത്താവ് ഇന്ന് രാത്രികാലം ഇതിന്റെ മധ്യമുള്ളതിനാൽ ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരാളും തള്ളപ്പെട്ടു പോകട്ടെ, നാം ആരാലും ത്യജിച്ചു അപമാനിക്കപ്പെട്ടു പോകട്ടെ, ചിലപ്പോൾ നമ്മളെ കൂടെയുള്ള കൂട്ടുകാരായിരിക്കാം, മറ്റുള്ളവരായിരിക്കാം നമ്മെ തള്ളിക്കളയുന്നത്. പക്ഷേ തള്ളിക്കളയുന്ന മധ്യേ ഒരു മൂലക്കല്ലായി ദൈവം ഉപയോഗിക്കാൻ പോകുവാൻ തുടങ്ങുമ്പോൾ നാം പോലും അറിയാതെ വണ്ണം നമ്മുടെ ഉയർച്ച എത്ര വലുതാണെന്ന് നമ്മെ നോക്കുന്നവർ കാണുവാനിടയായി തീരോ. അതാണ് ഇവിടെ പറയുന്നത്. പിതാവാം ദൈവം തന്നെ ഏറ്റവും ഉയർത്തുവാനിടയായി തീർന്നു. സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുവാനോ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുവാനിടയായി തീരോ. അപ്പൊ അവിടെ അത്ഭുതമല്ല, അടയാളമല്ല പ്രസക്തി, തന്റെ മഹത്വം വെളിപ്പെടുവാനിടയായി തീരോ. ആ മഹത്വം വെളിപ്പെടുവണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാണോ? നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാണെങ്കിൽ ഒരു മനുഷ്യനും നമുക്ക് ഉയർച്ച നൽകണ്ട, ഒരു മനുഷ്യനും നമ്മെ ഉയർത്തിപ്പിക്കേണ്ട, ഒരു മനുഷ്യനും നമ്മുടെ പേരുകൾ പ്രശസ്തമാക്കേണ്ട. ദൈവം നമുക്ക് അനുകൂലമായിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് 10:11 വാക്യം പറയുന്നത് എല്ലാ നാമത്തിലും മേലായ നാമം നൽകി അനുഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രികാലവും ഇതിനകത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോടെ, അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നേരോടുകൂടി ദൈവത്തിന്റെ വചനം പറയുന്ന മനോഭാവത്തിൽ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രികാലവും ഞാൻ നിങ്ങളോട്
പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ മനോഭാവം നിങ്ങളിലുണ്ടോ? ആ മനോഭാവം നിങ്ങളിലുള്ളവരാണോ? പൗലോസിനെ പോലെ വിശ്വസ്തയോടെ നീതിയോടെ നിന്ന് ദൈവത്തിന്റെ സഭയ്ക്ക് അനുഗ്രഹമായി, ദേശത്തിലൊരു അനുഗ്രഹമായി, നമ്മുടെ മക്കൾക്ക് ഒരു മാതൃകയായി തീരുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളെ ഓർക്കാമെങ്കിൽ, കഴിഞ്ഞ നാളുകളെ നാം തിരിഞ്ഞു നോക്കാമെങ്കിൽ, പലവിധമായ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകളോ പലവിധമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴോ ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവനാമത്തെ മറന്നുകൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ വേണോ, വിശ്വസ്തയോടെ നിൽക്കാതെ വേണം ദൈവത്തിന്റെ സന്നിധി മാറിപ്പോയപ്പോൾ ദൈവം നാളിൽ വചനം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു അനുസരണമുള്ളവരായി കടന്നു വന്ന് ദൈവത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളാക്കി തീർക്കുവാൻ, നിങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം ഞാൻ പറയുന്നു, എന്റെ അനുഭവത്തിൽ കൂടി പറയുന്നു, ഒരു വാതിലുകളും അടയത്തില്ല, ഒരു വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി അടഞ്ഞിരിക്കത്തില്ല. ചില വാതിലുകളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രികാലമുള്ളതിനാൽ ആ ദൈവത്തെ ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് വളരെ ചിന്താവിഷ്ടമായ ഒരു കാര്യമാണ്, യേശുവിൻ്റെ 12 ശിഷ്യന്മാരെ കാലം ദൈവം എടുത്തുപയോഗിച്ച ശിഷ്യന്മാരല്ലാതിരുന്ന പൗലോസിനെയാണ്. താൻ കടന്നു വന്ന് താൻ അനേകയിടങ്ങളിൽ ചെന്ന് അനേക സഭകൾ സ്ഥാപിച്ചപ്പോഴോ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ ദർശന പ്രകാരം താൻ മുൻപോട്ട് പോയപ്പോൾ ദൈവം ചില നന്മകളെ തനിക്ക് വേർതിരിച്ച് കൊടുക്കുവാനായി തീർന്നു. ചില ബന്ധനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ കിടന്നിട്ട് ജീവിതമാകുന്ന നീർക്കുമിളകൾ നമ്മുടെ ജീവിതത്തിന് നേരെ വന്നോട്ടെ, പലവിധമാകുന്ന വെള്ളങ്ങൾ നമ്മുടെ നേരെ കവിഞ്ഞു വന്നോട്ടെ. പടകിൽ നമ്മൾ ചിലപ്പോൾ അലഞ്ഞുലഞ്ഞ് പടകിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ പടകിന്റെ നടുവിൽ നമുക്ക് വേണ്ടി നാലാമനായി ഇറങ്ങി വരുന്ന നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യാതൊരുവിധ പ്രതികൂല ശക്തികളും, യാതൊരുവിധ ശക്തികളും നമ്മുടെ മുമ്പിൽ നിന്ന് നിലനിൽക്കത്തില്ല. അതൊക്കെ മേഴുവഴിയായി ഓടിക്കുന്ന ഒരു ദൈവത്തിന്റെ മണ്ഡലം ഇന്ന് രാത്രികാലവും ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ചില രോഗികളായോ, ചില ഭാരങ്ങളായോ, പ്രയാസങ്ങളായോ, കടബാധിതകളായോ ഇരിക്കുന്നവർ ഇതിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ചില വഴികളെ, വാതിലുകളെ തുറന്നു തരുവാൻ ശക്തനായ നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പഴയ നിയമത്തിൽ ചിലപ്പോൾ ആലയം, തിരുനിവാസം, പ്രാകാരം അല്ലെങ്കിൽ സമാഗമ കൂടാരം എന്നൊക്കെ നാം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവർ എവിടെ ആയിരുന്നാലോ, ഏത് കോണിലായിരുന്നാലോ ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ ദൈവത്തിന്റെ വചനം മാതൃകയാക്കാൻ തയ്യാറാണെങ്കിൽ, ആ ദൈവത്തിന്റെ പടകിൽ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ കാറ്റുകൾ വന്നോട്ടെ, കോളുകൾ അടിച്ചോട്ടെ, പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നോട്ടെ, പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പേ നോക്കി ചിരിച്ചോട്ടെ, പക്ഷെ ദൈവത്തിന്റെ വചനം വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ കർത്താവിനെ നോക്കി ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ചില വഴികളെ, വാതിലുകളെ തുറന്ന് നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്തിപ്പെടുകയോ ആത്മീയ ജീവിതത്തിൽ നാം മുന്നേറുകയും ഭൗതികമായ നന്മകൾ നമുക്ക് പിന്നാലെ വരികയും ചെയ്യുവാനിടയായി തീരും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദരി അല്ലെങ്കിൽ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വചനം വിശ്വസ്തയോട് നീതിയോടുകൂടി നിന്ന് കർത്താവിൻ്റെ നാമത്തിന് ഉയർത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ഓരോ ദിവസവും നമുക്ക് വഴികളെ, വാതിലുകളെ തുറന്നു തരുന്ന ദൈവം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ അല്ല, അല്ലെങ്കിൽ മാനുഷിക മുഖത്തേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, ഫിലിപ്പിയ സഭ നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്, അല്ലെങ്കിൽ ഇന്ന് ഇത് കേൾക്കുന്ന വ്യക്തികൾ നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്. ദൈവം നമുക്ക് അനുകൂലമായിരുന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രതികൂലമായ ശക്തികൾ നമ്മിൽ നിന്ന് മാറിപ്പോകുവാനേ വരത്തുള്ളൂ. ദൈവത്തിൻ്റെ ആ മനോഭാവം നമ്മിൽ മേൽ വ്യാപരിച്ചാൽ മാത്രമേ നമുക്ക് അനുസരണവും താഴ്മയും ദാസ്യത്തിന്റെ രൂപവും എടുത്ത് എല്ലാ നാമത്തിലും മേലായ നാമം നമുക്ക് നൽകുവാനേ അച്ചുരത്തുള്ളൂ. നാം ദൈവസന്നിധിയിൽ താഴ്മയോടും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ ആ തക്ക സമയത്ത് തക്ക വഴികളിൽ കൂടി അനുഗ്രഹിക്കുവാൻ ദൈവം ഈ നാളുകളിൽ നമ്മെ ശക്തമായി ഉപയോഗിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ വചനം കർത്താവിൻ്റെ ആ സന്നിധിയിൽ നമ്മൾ ഫലമേൽപ്പിക്കുമ്പോൾ, ആ വചനം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം ചില വഴികളെ, വാതിലുകളെ തുറന്നു തന്ന് നമുക്ക് എത്തിക്കേണ്ട സ്ഥാനങ്ങളെ നമുക്ക് എത്തിക്കുവാനായി തീരും. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങളിൽ തന്നെ എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ്, ഇതിനകത്ത് രോഗികളായോ ദൈവമേശ്വരമായാലും മറ്റുള്ള അവസ്ഥയിൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ തക്ക സമയത്ത് വിടുതലുകളെ അയച്ചു ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താലോ ദൈവമേശ്വരം മറ്റ് ഭൂമിയില്ലാതെയോ കിടക്കുവാൻ പാർപ്പിടങ്ങൾ വെച്ചിട്ട് പാതി അവസ്ഥയിലായി കിടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവരെ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അനുകൂലമായി തീരുവാനും സഹായിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ അവർ ഉറച്ചു നിൽപ്പാനും സഹായിക്കണം.
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം നൽകി അവരോട് അനുഗ്രഹിച്ച് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ ഈ ഒരു അവസരം നൽകി തന്ന ദേമേശ്വരം ഈ അനാഥത്വ ഹോസ്പിറ്റൽ മിനിസ്ട്രിക്കും അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ദേമേശ്വരം കർത്താവ് എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെയും ദൈവമേ നന്ദിയെയും അറിയിക്കുന്നു. പ്രത്യേക എന്നെയും ഓർക്കുക. ഞാൻ കുളത്തുപുഴ അസംബ്ലി സ്ക്വാഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ജിയുടെ സെക്ഷനിൽ ഞാൻ വർക്ക് കടക്കിലെന്ന് പറയുന്ന പ്രദേശത്തൊരു വർക്ക് ആയി ബന്ധപ്പെട്ട് ഞാൻ നിൽക്കുന്നു. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനും ദൈവം എനിക്ക് ഓരോ ദിവസം അവസരം തന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രത്യേകം നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുക. എൻ്റെ പേര് സുബിൻ എന്നാണ്, എൻ്റെ പ്രദേശം കടക്കൽ എന്നാണ്. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വേദഭാഗത്തിൽ നിന്ന് ഞാൻ ദൈവമിശ്രം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.